ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് കേക്കാണ്. ഡ്രൈ ഫ്രൂട്ട്സ് പ്ലം പുഡിംഗ് കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മിക്സ്ഡ് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ്, ചെറി, പിന്നെ ബദാം, പ്ലം, ഡേറ്റ്സ്, അണ്ടിപ്പരിപ്പ്, പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പ്ലം ആണ്. ഇതിപ്പോൾ 100 ഗ്രാം പ്ലം ഉണ്ട്. നമ്മുടെ പ്ലം പുഡിംഗ് കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പ്ലം. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെയും ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിന് വേണ്ടി ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്: 2 കറുവപ്പട്ടയുടെ കഷ്ണങ്ങൾ, അതുപോലെ തന്നെ 6 ഏലക്കായ, 1 ജാതിക്കായ, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു. ഇതൊക്കെ ഒന്ന് ഈ ചീഞ്ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് കാണുന്ന ജാതിക്കായ കുരു ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇടുന്നതിന് മുന്നേ ഇടിക്കൽ വെച്ചിട്ട് ഒന്ന് ഇടിച്ചെടുക്കുക. എന്നിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക. ആ പൊടിയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ 2 ടീസ്പൂണോളം ഇത് പൊടിച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ കേട്ടോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ നമ്മുടെ പഞ്ചസാരയില്ലേ, അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് സോക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പഞ്ചസാര ലൈൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കാരമലൈസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാര എല്ലാതും ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഫ്ലെയിമിൽ ഓൺ ചെയ്തിരുന്ന സമയത്ത് പഞ്ചസാര ഭയങ്കര ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് നല്ല കയ്യിൽമിക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് 2 മിനിറ്റിന് ശേഷം 2 മിനിറ്റ് കേട്ടോ, അതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത്. കണ്ടില്ലേ, വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി പഞ്ചസാര ലൈനിയുടെ ചൂടൊന്ന് മാറി വരട്ടെ കേട്ടോ. ഇനി കേക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ബട്ടർ ഇവിടെ ഉരുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടാറിന് ശേഷം നമുക്ക് ഇതല്ലാതെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിട്ടുള്ള ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇത്തിരി വലിയ പാത്രം നോക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇത് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മൈദ എല്ലാതും അരിച്ചെടുക്കാനായിട്ട് നോക്കാം. അരിപ്പ എടുക്കുമ്പോൾ എപ്പോഴും ചാലരിപ്പ് എടുക്കാനായിട്ട് നോക്കുക. അതാകുമ്പോൾ 2 കോട്ടിങ് ഉണ്ടാവും അരിപ്പേരെ ആ ഒരു ഇതിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മൈദപ്പൊടി ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ധരിക്കാൻ പോവാണ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് അരിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, അരിച്ചെടുത്തപ്പോൾ കുറച്ച് പൊടികളായിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചാലരിപ്പയിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് എടുക്കണില്ല കേട്ടോ, അത് കളയാണ്. അപ്പോൾ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഷുഗർ സിറപ്പ്, അപ്പോൾ അതിന് ചൂടാറി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ബട്ടറും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്കിലേക്ക് എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കൂടുതലാണ്. കേക്കിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് കൂടുതൽ വയ്ക്കുമ്പോഴല്ലേ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അല്ലാതെ നമുക്ക് ഈ മൈദപ്പൊടിയൊക്കെ അരിച്ചു വെച്ചിട്ടില്ലേ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഞാനൊരു കേക്ക് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ കേക്കിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത് വെക്കുമ്പോൾ കേക്ക് ജസ്റ്റ് ഒരു മടക്ക് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അത് മാറ്റിയത് കേട്ടോ. അതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കേക്ക് ട്രേയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. ജസ്റ്റ് ഒരു ബട്ടർ പൊറ്റതിന് ശേഷം ബട്ടർ പേപ്പർ വെക്കുക. എന്നിട്ട് ഈ കേക്കിൻ്റെ മിക്സ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ ടൈമിൽ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ കേക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞ് വരില്ലേ, ആ ടൈമിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്ന് മാത്രം ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കൂടുതലിട്ടാണ് ഇത് ചെയ്യണത്. ഞാൻ ഇപ്പോഴും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് പകുതി വേവാകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക, എന്നിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ കേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിക്കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. കേക്ക് വെക്കണതിന് ഒരു 5-10 മിനിറ്റ് മുന്നേ നമുക്ക് ഈ പാത്രം ചൂടാക്കി എടുക്കണം. അതിനുശേഷം കേക്ക് ട്രേയിൽ ഇറക്കി വെക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 30-45 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കേക്ക് കുക്കായി വരും. അപ്പോൾ കേക്ക് വെന്ത് വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതേ 30-45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു കമ്പൗണ്ട് നിന്ന് കുത്തി നോക്കുക. കണ്ടോ, ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ നോക്കിയിട്ട് കുത്താനായിട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടാറിന് ശേഷം കേക്ക് ഇതിന്ന് വിടിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് വിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിൽ ഇച്ചിരി ഫ്രൂട്ട്സ് കൂടുതലാണ്. മാത്രമല്ല ഇത് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കില്ലേ, അത് കട്ട് ചെയ്യുന്ന ഭംഗിയിൽ കിട്ടിയെന്ന് വരില്ല. പക്ഷേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഞങ്ങളിത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഈ ഒരു പ്ലം പുഡിംഗ് കേക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.